ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ നെയ്യൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച ശേഷം കളയുന്ന ഈ കുഞ്ഞു ബോട്ടിൽ കൊണ്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ബോട്ടിലിൻ്റെ അടപ്പൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിറയെ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ അടപ്പ് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ പിന്നിട്ട് നമുക്ക് ഹോളിടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഒരു ഗ്യാസ് അടുപ്പിലൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് ഹോളിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ബോട്ടിലൊക്കെ കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ദാ ഇവിടെ ഇത് നല്ല ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ പിന്ന് കൊണ്ട് ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആണിയൊക്കെ കൊണ്ട് ഹോളിടണമെങ്കിൽ വലിയ ഹോളായിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് പിന്ന് കൊണ്ട് എല്ലായിടത്തും ഒന്ന് ഹോളിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പിന്ന് ഒന്നും കൂടെ ചൂടാക്കിയ ശേഷം നമ്മൾ ഇട്ട ഹോളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിപ്പത്തിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നിറയെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മൾ ആ ചപ്പാത്തി കല്ലിൽ നമ്മളിതുപോലെ മാവ് തൂറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ആ ഒരു മാവ് നമുക്ക് കിട്ടും. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമുക്ക് ആ ഒരു ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ലതുപോലെ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് ഹോള് ചെറുതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഹോൾ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല കറക്റ്റാണ്. നമ്മൾ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ കാലമൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ആ അടുപ്പ് നല്ലതുപോലെ കത്താറില്ല. അപ്പോൾ അത് നല്ലതുപോലെ കത്തിക്കാനുള്ള നല്ലൊരു കിടിലൻ സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് നല്ല പഴയ അടുപ്പാണ് കേട്ടോ. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ അകമൊക്കെ നല്ലതുപോലെ തുരുമ്പെടുത്തിട്ടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നിറയെ പൊടിയൊക്കെ കയറി അതിൻ്റെ സൈഡൊക്കെ അടഞ്ഞത് കൊണ്ടാണ് നമുക്ക് അത് നല്ലതുപോലെ കത്താത്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ബർണർ മാറ്റിയ ശേഷം അതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ ഒരു ബ്രഷ് വെച്ച് അതെല്ലാ പൊടിയൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആ കുഴലിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഈർക്കിലോ കമ്പോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ആ ഗ്യാസിലെ ബർണറിൽ നമ്മൾ ഇതുപോലെ ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഒരു പിന്നോ വെച്ച് അതിൻ്റെ ആ ഒരു ഹോളെല്ലാം നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടവില്ലാതെ തന്നെ ഗ്യാസ് അടുപ്പ് നല്ലതുപോലെ കത്തും. ഇത് നല്ല പഴക്കം ചെന്ന ഒരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നല്ലതുപോലെ കറുത്തു പോയത്. അപ്പം ഞാൻ അതവിടെ നല്ലതുപോലെ അതിൻ്റെ സൈഡ് എല്ലാ ഹോളിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു അടുപ്പ് നല്ലതുപോലെ ഫുള്ളായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കാനുള്ള ഒരു കിടില സൂത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കൊച്ചു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഇത് വിമ്മിൻ്റെ സോപ്പാണ് ഞാൻ കുറച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ വെള്ളവും അതുപോലെ തന്നെ ഇത് സോപ്പിൻ്റെ ഇതെല്ലാം കൂടി നല്ലതുപോലെ അലിഞ്ഞ ശേഷം നമുക്കിതിലേക്കൊരു കോട്ടൺ തുണി വെച്ച് ഒന്ന് മുക്കിയ ശേഷം നമ്മൾ ഉപയോഗിച്ച ശേഷം ഗ്യാസ് അടുപ്പിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എണ്ണ വിഴുവിഴുപ്പ് എല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അത് മാത്രമല്ല നല്ല മണമായിരിക്കും നാരങ്ങയുടെ ഒക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ ഒരു സ്മെല്ലോ ഒന്നും അനുഭവപ്പെടില്ല. നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല മണമായിരിക്കും. അപ്പോൾ ഞാൻ അതവിടെ എല്ലായിടവും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതവിടെ ഒരു തുണി ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഗ്യാസ് അടുപ്പ് എല്ലാം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എത്ര പഴയ ഗ്യാസ് അടുപ്പായാലും ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഗ്യാസ് അടുപ്പ് ഇല്ലാതാവാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കിയാലോ. നല്ലതുപോലെ കത്തുന്നുണ്ട്. എത്ര പഴയ അടുപ്പാണെങ്കിലും ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പഴമൊക്കെ ഏത്തം പഴമായാലും അതുപോലെ തന്നെ ഏത് പഴമായാലും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ 2 ദിവസമൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കറുത്ത് അതില്ലാതായി പോവാറുണ്ട്. അപ്പം നമുക്ക് ഈ പഴം പെട്ടെന്ന് കറുത്ത് പോവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് അളവിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറേ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് പഴം സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യവും ചെയ്യുന്നുണ്ട്. പഴം സൂക്ഷിക്കാനുള്ള വേറൊരു ടിപ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒരു ടിപ്സാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ പ്രസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. അപ്പോൾ അടുത്ത ടിപ്സ് നമ്മളെ മെഴുകുതിരി കൊണ്ടുള്ള ടിപ്സാണ് കേട്ടോ. നമ്മൾ പഴമൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് മെഴുക് ഒഴിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് പഴം കേടാവാതിരിക്കും കേട്ടോ. കാരണം നമ്മളങ്ങനെ മെഴുക് ഉരുക്കി ആ പഴത്തിൻ്റെ മുകളിലല്ല ഒഴിക്കണം, ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്ത് മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ആ പഴത്തൊലിയൊക്കെ കളഞ്ഞിട്ടാണല്ലോ നമ്മൾ പഴം കഴിക്കുന്നത്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുക്കി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴം കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.